നമസ്കാരം, ഞാൻ മൃണാൾ. ഭക്ഷണം കഴിക്കുന്നതിന് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് വേണമല്ലോ, പ്രത്യേകിച്ച് വൈകുന്നേരത്തെ കടികൾക്ക്. കാരണം ഇതെല്ലാം ആവശ്യമില്ലാത്ത സാധനങ്ങളാണെന്നാണല്ലോ എല്ലാവരും പറയുക. ചായ മാത്രം കുടിച്ചാൽ പോരെയെന്ന് ചോദിക്കും. എക്സ്ക്യൂസ് ഉണ്ട് ഇവിടെ, ഗംഭീരമായിട്ടുള്ളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അപ്പം നമ്മൾ കഴിക്കണ്ടേ? നീ ഇത് കഴിക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ അതൊക്കെ കുറച്ച് കഴിക്കാം. നമ്മൾ പൊടിക്കണ ഗരം മസാല, ഏലക്ക, പട്ട, ഗ്രാമ്പു, നല്ല ജീരകം, നല്ല ജീരകം കുറച്ച് കൂട്ടുള്ളൂ, പെരുംജീരകം കൂടുതൽ. 4:30 മണി മണിക്കാണ് തുടങ്ങണേ. 4:30 മണി, ഒരു 11 മണി രാത്രി. എൻ്റെ ചെറുപ്പത്തിൽ വൈപ്പിന്ന് കേട്ടത് 2 തവണയാണ്. ഒന്ന് വൈപ്പിൻ മദ്യദുരന്തം, 2 കുടിവെള്ള സമരം. അങ്ങനെ സംഭവമായിരുന്നു കുടിവെള്ള സമരം. പിന്നെ പോലീസുകാരുടെ ലാത്തിയടിയായിട്ട് അമ്മമാരെ കഷ്ടപ്പെടുന്നതൊക്കെ. അതിങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു ദ്വീപായിരുന്നു. കൊച്ചിയുടെ തൊട്ടടുത്താണ്. കൊച്ചിയുടെ തൊട്ടടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണേൽ നടന്നു വരാവുന്നത്ര അടുത്ത്. പക്ഷെ നടന്നു വരാൻ പറ്റില്ല, വെള്ളമല്ലേ. 3 പാലങ്ങൾ വന്നു. മറൈൻ ഡ്രൈവ് നിന്ന് ബോൾഗാട്ടി, ബോൾഗാട്ടിയിൽ നിന്ന് വല്ലാർപാടം നിന്ന് വൈപ്പിൻ. ആ 3 പാലങ്ങൾ ഈ കരയെ മാറ്റി. നമ്മുടെ അന്നാബെനയുടെ നാടിതല്ലേ. ബെന്നിഫി നായരമ്പലത്തിൻ്റെ മോളല്ലേ അന്നാബെന? നായരമ്പലം ഇവിടെ അല്ലേ? അതുപോലെ വേണു കുന്നപ്പള്ളി അല്ലേ, നമ്മുടെ ജൂഡിൻ്റെ പടം എടുത്ത് 2018 എടുത്ത്. അന്നാബൻ കൊൽക്കയിലുണ്ടോ? ഷീസ് റിയലി ഗുഡ്. നല്ല എരിവുണ്ട്. എന്നിട്ട് ഇവിടെ അഡീഷണൽ എരിവുള്ളൊരു സാധനം വേറെ ഉണ്ട്. നെയ്യപ്പുണ്ടോ? അടുത്താളെ ഈ ലത്തീഫ് എന്ന് പറയുന്ന ആരാ? നീലശത്ത്. ഇതിനെന്താ ഇവിടെ പറയണേ? അല്ല, ഇവിടെ എന്താ പറയണേ? ലഞ്ചിയെന്ന് എനിക്കറിയാം. ഇവിടെ എന്താ പറയണേ? മൂപ്പരെന്തോ പേര് പറഞ്ഞല്ലോ. മുട്ടപ്പാട്ട. അത് കൊള്ളാലോ. ഈ വില കുറഞ്ഞ കുറേ ഓയിലുകൾ കിട്ടാറുണ്ട്. അതിലുണ്ടാക്കുന്ന സ്നാക്സും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സ്നാക്സും തമ്മിൽ കോസ്റ്റിൽ ഓൾമോസ്റ്റ് ഇരട്ടി ഡിഫറൻസ് വരും. നമ്മളിതൊന്നും അറിയുന്നില്ല വാങ്ങി കഴിക്കുമ്പോഴേ. ചില സ്ഥലത്ത് ഭയങ്കര വില കുറഞ്ഞ എണ്ണ മേടിച്ചിട്ട് അതിനുണ്ടാക്കി തരും. ചെറിയ വിലയായിരിക്കും. വേറെ സ്ഥലത്ത് 2 രൂപ കൂടുതലുണ്ടാവും, പക്ഷെ ഒരു വെളിച്ചെണ്ണയായിരിക്കും ഉണ്ടാക്കുന്നത്. നമുക്കറിയില്ലല്ലോ. നമ്മൾ ശരിക്കും 2 രൂപയുടെ കൂടുതൽ. സൂപ്പറാവും. എനിക്ക് അതൊക്കെ ഓരോന്ന് കഴിക്കാൻ തോന്നുന്നുണ്ട്. അതിൽ അത് സമൂസയാണ് അടിയിൽ കിടക്കുന്നത്. ഒരു സമൂസ, ഒരു പഴംപൊരി തരാമോ? വയറ് നിറഞ്ഞാലേ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം കുറച്ച് കഴിക്കാൻ തോന്നുന്നത് തെറ്റാണോ? അല്ല, നമ്മൾ സുഖീനല്ലേ ഇത്? അത് സുഖീനാണോ? ബോണ്ട കാരണം തരാമോ? ഇത് തീർത്തിട്ട് നമുക്ക് അത് കഴിക്കാം. നോക്കണ്ടോ, തരൂല. ബോണ്ട എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം മുഴുവൻ കളയണം. എന്നിട്ടൊരു ചെറിയ ചൂട് പൊറോട്ടയിൽ ഇതിനെ ചുറ്റിയെടുക്കണം. ഇത് കഴിക്കണം. ഇങ്ങനെ കോഴിക്കോട്ടൻ കടയിൽ കഴിക്കാം. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ കൊച്ചിനെ ഇപ്പോൾ കൊച്ചിയുടെ ഏത് ഭാഗത്തായിരുന്നു അറിയോ? ഇവിടെ വീട്ടിൽ പോടാ. സക്സസ് ഇൻ ലൈഫ്. എന്നെ സംബന്ധിച്ചിടത്തോളം വൈകിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ചായ കുടിച്ചോണ്ട് കുറേ ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് സക്സസ്. മോനെ ഒരു ചായ ഇവിടെ തരുമോ? ഇവിടെ ദോശയുണ്ടല്ലേ. ദോശക്ക് എന്താ കൂടെ? ഒരു ദോശ തരുമോ? വെറുതെ മനുഷ്യനെ കൊല്ലാനായിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കും. ഇതൊക്കെ തിന്നാൻ. ഈ സാധനം എന്താ ഇങ്ങനെ ബലമില്ലാതിരിക്കുന്നു? എന്തെങ്കിലും ആവട്ടെ. മതി. എരിവുള്ളത് വേണ്ട, ഇത് മതി. അടുത്ത ദോശ എരിവുള്ള അതിൻ്റെ കൂടെ കഴിക്കാം. ചായ ഇട്ടില്ലേട്ടോ. തളിര് ദോശ മോനെ. പഴയ പോലത്തെ സൈക്കിൾ പിടിയ. പണ്ട് കുറച്ച് പൈസ കിട്ടിയാലും സൈക്കിളും കൊണ്ട് സൈക്കിൾ പിടിയിൽ പോകും. എന്നിട്ട് കുഞ്ഞു എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്. മറ്റേ ഈ കമ്പിയുടെ ഇടയിൽ പിടിപ്പിക്കുന്ന ലൈറ്റ്. അതുപോലെ ഈ ഹാൻഡിലില്ലേ, ഹാൻഡിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്ന, നമ്മൾ വണ്ടി ചവിട്ടുമ്പോൾ ഇങ്ങനെ പാറിപ്പറന്ന് കളിക്കുന്ന കുറേ സാധനങ്ങൾ. കാസറ്റിൻ്റെ ഓലയോ മറ്റോ തോന്നുന്നത് പണ്ടത്തെ. നമുക്കൊരു പണിയില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട്.